സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് മാമാങ്കം തുടരുന്നു. 2000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ഇന്ന് മുംബൈയിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ ആകെ കടമെടുപ്പ് 12,000 കോടിയിലേക്ക്. നടപ്പ് സാമ്പത്തിക വർഷം 3 മാസം പിന്നിടുമ്പോൾ 2000 കോടി രൂപയുള്ള കടപ്പത്ര ലേലം ഇന്ന് മുംബൈയിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ആകെ കടമെടുപ്പ് 12,000 കോടിയിലേക്ക് കടന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വിരമിക്കൽ പ്രായം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഭദ്രത നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പാളി. പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, ശമ്പളം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഈ മാസം അധിക തുക വേണ്ടിവരും. ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. ഏപ്രിൽ മാസത്തിൽ സർക്കാർ 3000 കോടി കടമെടുത്തിരുന്നു. മെയ് മാസത്തിലാകട്ടെ 4000 കോടിയാണ് കടമെടുത്തത്. ജൂണിൽ 2 തവണയായി കടമെടുത്തത് 5000 കോടിയും. അങ്ങനെ 2025-26 സാമ്പത്തിക വർഷം ആകെ മൊത്തം 5 തവണയായി 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. സംസ്ഥാനത്തിന് വലിയ ബാധ്യതയില്ലെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിക്കുന്നതിനിടെ ആകെ കടം 6 ലക്ഷം കോടിയിലെത്തി നിൽക്കുകയാണ്. പെൻഷൻ കമ്പനിയുടെ ബാധ്യത, കിഫ്ബി വഴിയുള്ള വായ്പയുമാണ് കേരളത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടിയായി ഉയർത്തിയത്. ഇതിനു പുറമെ ജീവനക്കാർ, പെൻഷൻകാർ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകൾ, തൊഴിലാളി ക്ഷേമം കരാറുകാർ എന്നീ മേഖലകളിൽ 2 ലക്ഷം കോടിയുടെ കുടിശ്ശിക നൽകാനും സർക്കാരിനുണ്ട്. ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 8,276 കോടിയുടെ വർധനവിന് കേന്ദ്രം അനുമതി നൽകിയതാണ് സംസ്ഥാനത്തിന് ആശ്വാസമായത്. ജനം, തിരുവനന്തപുരം.